ഞാൻ വളർന്നത് ഒരു ചെറിയ കേരള ഗ്രാമത്തിലാണ്. ഇന്നെല്ലാം മാറിയിരിക്കുന്നു. പക്ഷേ ആ കാലത്തെ എൻ്റെ ബാല്യത്തിൻ്റെ ദിവസങ്ങൾ ഇന്നും എൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നു. ഇന്ന് ആ ഓർമ്മകളിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ശാന്തമായ ഒരു ഗ്രാമം. പ്രഭാത സൂര്യൻ പതുക്കെ ഉയരുമ്പോൾ പച്ച നെൽപ്പാടങ്ങൾ സ്വർണ്ണ നിറത്തിൽ മിന്നിത്തുടങ്ങും. ആ ശാന്തമായ പ്രഭാതത്തിൽ എൻ്റെ ചെറിയ ലോകവും പതുക്കെ കണ്ണു തുറക്കും. കിണറ്റിലെ തണുത്ത വെള്ളം പ്രഭാതത്തിൻ്റെ പുതുമ മനസ്സിൽ നിറയ്ക്കും. അടുക്കളയിൽ അമ്മയുടെ തിരക്കുകൾ, ചൂളയിലെ തീയുടെ ചൂട്, ഭക്ഷണത്തിൻ്റെ മധുരമുള്ള വാസന. ചെറിയ തുണിബാഗ് തോളിലിട്ട് സ്കൂളിലേക്കുള്ള യാത്രയ്ക്ക് ഞാൻ തയ്യാറാകും. അതൊരു സാധാരണ യാത്രയല്ല, ഒരു ചെറിയ സാഹസികതയായിരുന്നു. ഗ്രാമവഴി, നെൽപ്പാടങ്ങളുടെ നടുവിലൂടെ നീളുന്ന ചെറിയ പാത. പ്രഭാതക്കാറ്റിൽ തേങ്ങയിലകൾ പതുക്കെ ആടിക്കൊണ്ടിരിക്കും. യാത്രയിലൂടെ സുഹൃത്തുക്കൾ ചേരുമ്പോൾ യാത്ര ചിരിയോടെ നിറയും. അവരുടെ കൂടെ നടക്കുമ്പോൾ ആ വഴി വളരെ ചെറുതായി തോന്നും. പച്ചപ്പിന്റെ നടുവിലൂടെ 3 ചെറിയ കാലടികൾ മുന്നോട്ട് നടക്കും. ചിരിയും കളിയും കഥകളുമൊക്കെ ചേർന്ന ഒരു യാത്ര. വലിയ ആൽമരത്തിന്റെ നിഴലിൽ ഞങ്ങളുടെ ചെറിയ സ്കൂൾ. അവിടെ തുടങ്ങും ഒരു പുതിയ പഠന ദിവസം. പ്രഭാത പ്രാർത്ഥനയുടെ മൃദുവായ ശബ്ദം മുഴുവൻ മുറ്റത്തും നിറയും. അത് ഗ്രാമത്തിന്റെ ശാന്തതയോട് മിണ്ടാതെയുള്ള ഒരു സംഗീതം പോലെ. ക്ലാസ് മുറിയിൽ ബ്ലാക്ക് ബോർഡിൽ ജനിക്കുന്ന പുതിയ അക്ഷരങ്ങൾ. അധ്യാപകന്റെ ശബ്ദത്തിൽ ഒരു പുതിയ ലോകം തുറക്കും. മധ്യാഹ്നത്തിൽ ആൽമരത്തിനടിയിലെ ലളിതമായ ഭക്ഷണം. എന്നാൽ ആ ചെറിയ ഭക്ഷണത്തിൽ പോലും വലിയ സന്തോഷമുണ്ടായിരുന്നു. This food is delicious. I agree. The flavor is perfect today. I wish we could eat this every day. പിത്തളത്തളികയിൽ മുഴങ്ങുന്ന ബെൽ, സ്കൂൾ ദിവസത്തിന്റെ അവസാന സ്വരം. അത് കേൾക്കുമ്പോൾ എല്ലാ കുട്ടികളും സന്തോഷത്തോടെ പുറപ്പെടും. വീണ്ടും ഗ്രാമവഴിയിലൂടെ വീട്ടിലേക്കുള്ള യാത്ര തുടങ്ങും. അപ്പോൾ വഴിയിലൂടെ കടന്നുപോകും ഒരു പഴയ കാളവണ്ടി. അതിന്റെ പുറകു പിടിച്ച് ഞങ്ങളുടെ ചെറിയ സാഹസിക യാത്ര. ആ കാലത്ത് അതും ഒരു വലിയ സന്തോഷമായിരുന്നു. വഴിയരികിലെ മാങ്ങയുള്ള മാവ് കുട്ടികളുടെ ചെറിയ ദുഷ്ടി വിളിക്കും. ഒരു കല്ലെറിയും, ഒരു മാങ്ങ താഴെ വീഴും. പക്ഷേ വീട്ടുടമയുടെ ശബ്ദം കേൾക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് ഞങ്ങൾ ഓടും. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോ അതാ അച്ഛൻ. എടാ, എവിടെ ഓടുന്നത്? വീട്ടിലേക്ക് ഓടുമ്പോ അച്ഛാ, ഞങ്ങള് വീട്ടിലേക്കാ പോകുന്നത്. ഒരു വലിയ വാഴയില, മഴയിൽ ഞങ്ങൾക്കൊരു ചെറിയ കുട. അതിന്റെ കീഴിൽ 3 സുഹൃത്തുക്കളുടെ സന്തോഷം. ശരി, നാളെ സ്കൂളിൽ കാണാം. ശരി, നാളെ കാണാം. മോൻ വന്നോന്നേ? പെട്ടെന്ന് പുഴയിൽ പോയി കുളിച്ചിട്ട് വാ. ശരി അമ്മേ. സന്ധ്യ പതുക്കെ എത്തുമ്പോൾ ശാന്തമായ പുഴക്കരയിൽ ഒരു കുളി. തണുത്ത വെള്ളം ദിവസത്തിന്റെ ക്ഷീണം കഴുകിക്കളയും. ക്ഷേത്രത്തിന്റെ ശാന്തതയിൽ കൈകൂപ്പി ഒരു ചെറിയ പ്രാർത്ഥന. രാത്രി പതുക്കെ ഗ്രാമത്തെ മൂടിത്തുടങ്ങി. വീട്ടിലേക്കുള്ള വഴിയിലൂടെ നടക്കുമ്പോൾ ആ ദിവസത്തിന്റെ ഓർമ്മകൾ മനസ്സിൽ നിറയും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പാഠം എഴുതണം. ശരി അമ്മേ. അമ്മയുടെ കൈപുണ്യം ആ കാലത്തെ ഏറ്റവും വലിയ സുഖമായിരുന്നു. അതിനുശേഷം ഒരു പഴയ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ പുസ്തകവും നോട്ട്ബുക്കും തുറന്ന് ദിവസത്തിന്റെ അവസാന പാഠങ്ങൾ. പുറത്ത് ഗ്രാമരാത്രിയുടെ നിശബ്ദത, ഇടയ്ക്കൊക്കെ കേൾക്കുന്ന ചീവിടുകളുടെ ശബ്ദം. അവസാനം ഒരു നീണ്ട ദിവസത്തിന്റെ അവസാനത്തിൽ കൊതുകു തിരശീലയ്ക്കുള്ളിൽ കിടന്ന് ശാന്തമായി കണ്ണടയ്ക്കും. അടുത്ത ദിവസം വീണ്ടും അതേ ഗ്രാമം, അതേ വഴികൾ, അതേ ചെറിയ സന്തോഷങ്ങൾ. ആ കാലം പോയെങ്കിലും ആ ഗ്രാമവഴികളും ആ ചെറിയ ദിവസങ്ങളും ഇന്നും എൻ്റെ മനസ്സിൽ മധുരമുള്ള ഓർമ്മകളായി ജീവിക്കുന്നു.